എൻ്റെ മമ്മി പറഞ്ഞു നിനക്ക് ഭയങ്കര തലവേദന. അപ്പം ഞാൻ തലവേദനയായിട്ട് കണ്ണാടി വെച്ചു. അപ്പം എന്നിട്ടും തലവേദന മാറുന്നില്ല സ്പെക്സ് വെച്ചാലും. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒരു ബസ്സിന് ആൾക്കാർ കോട്ടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നിനക്ക് തലവേദനയല്ല നീയും പൊക്കോന്നും പറഞ്ഞ് എന്നെ അങ്ങനെ വിട്ടു. അങ്ങനെ 94 ഞാൻ ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി കൗൺസിലിങ്ങിന് ഒരു ചേച്ചിയുടെ അടുത്ത് പോയി. അപ്പോൾ ആ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്ററിനെ മാതാവ് വിളിക്കുന്നുണ്ട്, മാതാവിനോട് പ്രത്യേകം കൊന്തയില്ലേ അങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം അന്നേരം തൊട്ട് എനിക്ക് ഇങ്ങനെ മുടങ്ങാതെ ഇങ്ങനെ നന്മ നിറഞ്ഞോറും ഇങ്ങനെ ചെല്ലി കൊന്തയെല്ലാം തുടങ്ങി. അതിനുശേഷം ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തലവേദന പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്, ഇനി സ്പെക്സ് വയ്ക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പെക്സ് ഉപേക്ഷിച്ചു, തലവേദനയും മാറി. അവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കാറ്റഗിസൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വികാരിയച്ഛൻ്റെ വീട് ഞങ്ങളുടെ MSMI സിസ്റ്റേഴ്സ് ഉള്ള ഇടവകയിലാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ MSMI കോൺഗ്രി. അപ്പോൾ എനിക്ക് MSMI കോൺഗ്രിഗേഷൻ മാതാവിൻ്റെ സഭയാണെന്നോ വർക്കിച്ചൻ്റെ ഒന്നും അറിയത്തില്ല. സിസ്റ്റർ ആയതിനു ശേഷം എത്ര നാൾ ഇപ്പോൾ ശുശ്രൂഷയിൽ വചനപ്രഘോഷണമൊക്കെ ആയിട്ട്? വചനപ്രഘോഷണ മേഖലയിൽ ഞാൻ ഉടുപ്പിട്ട് ഫൈനൽ കഴിഞ്ഞപ്പം തൊട്ട് ശുശ്രൂഷ ആരംഭിച്ചതാണ്. 20 വർഷം അന്ന് തുടങ്ങി ശുശ്രൂഷയിൽ അന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കൊളത്തുവേല് വെച്ച് ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് കോഴ്സ് തരും അച്ഛന്. ഞങ്ങളുടെ സ്ഥാപക പിതാവ് തന്നെ വർക്കിച്ചൻ തരും. അപ്പം അച്ഛൻ ഈ കോഴ്സ് തരുന്ന സമയത്താണ് എൻ്റെ ഈ പേടി മനസ്സിലാക്കിയിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം എന്നോട് പേടി വരാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഈ പേടിയൊന്ന് മാറ്റി കിട്ടണം. ബാക്കി എല്ലാ കാര്യത്തിനും ഞാൻ സ്മാർട്ടാണ്, പക്ഷെ പ്രസംഗം പറയുക എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഒരു ഈ ഫ്രീസറിൽ നിന്നൊക്കെ മാംസമൊക്കെ എടുക്കുന്ന പോലെ ഇരിക്കും, അതുപോലെ എന്നെ മരച്ചിരിക്കും പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം. അപ്പം പിന്നെ എനിക്ക് 2-3 ദിവസത്തേന് ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വചനപ്രഘോഷണത്തിനാണ്. ഇതും കൂടി കേട്ടപ്പം എനിക്ക് ഭയങ്കര പേടി കൂടി. അതിൻ്റെ കൂടുതൽ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് സിസ്റ്ററും പറഞ്ഞു വചനപ്രഘോഷണ മേഖലയിലേക്കാണ് മോളെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഡയറിയിലൊക്കെ ഇപ്പോഴേ എഴുതി ക്ലാസ്സൊക്കെ ഒരുങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേന് എനിക്ക് നോഷിട്ട് ഭയങ്കര ഭാരമായി, എനിക്ക് പേടിയാകാൻ തുടങ്ങി. എനിക്ക് ഇതിൻ്റെ ആൻസർ കിട്ടണം, എങ്ങനെ എനിക്ക് പേടി വരാനുള്ള കാരണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നേരം ഞാനിരുന്ന് കരഞ്ഞു, എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞു, പിന്നെ ഏങ്ങലടികളായി. അപ്പം പുറകെ ഇരുന്നുകൊണ്ട് സിസ്റ്റർ ഇത് കണ്ടിട്ട് മിസ്ട്രസ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് സൗഖ്യം കിട്ടണം, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടണം, എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സിസ്റ്റർ അന്നേരം വിഷം കെട്ടി എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേടി വരാനുള്ള കാരണമെന്ന്. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ് ബോധ്യം തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ വീട്ടിൽ 8 മക്കളാണ്, ഒരാൾ മരിച്ചുപോയി. പിന്നെ ഞാൻ 4ാമത്തെ മോളാണ്. ഞാൻ 4ാമത്തെ മോളായിട്ട് എൻ്റെ നേരെ മൂത്ത ചേച്ചി 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ 3ാമത്തെ ആങ്ങളയ്ക്ക് ഏകദേശം 1 വയസ്സൊക്കെ ആകുന്നേ ഉള്ളൂ. ആ സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറിന് അസ്വസ്ഥതയോ വേദനയോ ഗ്യാസൊക്കെ വന്നിട്ട് പപ്പ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ വയറ്റിൽ വലിയൊരു ട്യൂമർ വളരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അമ്മയെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വേറൊരു ചെറുകുന്നെന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്, ആൻ്റണി ഡോക്ടർ. അതെൻ്റെ വെല്ലുമ്മിച്ചിയുടെ കസിന്, ഇവർ കാഞ്ഞിരപ്പള്ളിക്കാരാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് മമ്മീനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ 3-4 പേര് പരിശോധിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ട്യൂമറാണ്, ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം പപ്പയുടെ പൈസയൊന്നുമില്ല, പെട്ടെന്ന് വന്നതല്ലേ, വെറുതെ പരിശോധിക്കാൻ വന്നിട്ട് പപ്പ പൈസയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ, അന്നിപ്പം വാഹനമൊക്കെ കുറവാണല്ലോ, തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ എമർജൻസി ആയിട്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് മമ്മീനെ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്ത് വരുമ്പോഴാണ് പപ്പ എത്തുന്നത്. അപ്പം പപ്പേനെ കണ്ടപാടെ ഡോക്ടർ കൈകൂപ്പിയിട്ട് സോറി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം പപ്പയോർത്തു മമ്മിക്ക് സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം ട്യൂമർ പെട്ടെന്ന് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് മമ്മിക്ക് അപകടം സംഭവിച്ചതെന്നതുകൊണ്ട് പപ്പ ചോദിച്ചു മമ്മിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം പപ്പ ചോദിച്ചത് അമ്മയ്ക്കും കുഞ്ഞിനും, അപ്പം മറ്റേ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടാണല്ലോ, 3ാമത്തെ കൊച്ച് അമ്മയുടെ മുലപ്പാട് കുടിക്കുന്ന കൊച്ചാണല്ലോ. അപ്പം പപ്പ ചോദിച്ചു എന്താ അമ്മയ്ക്കും കുഞ്ഞിനെന്നും പറഞ്ഞത് എന്താ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്
അമ്മയുടെ വയറ്റിലെ ട്യൂമറല്ല, 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. വയറ് തുന്നിക്കെട്ടി അവർ വെച്ചു. വെല്ലുമിച്ചീനെ വിളിച്ച് കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്, വെല്ലുമിച്ചി പറയുന്നത്. ഇതൊക്കെ എന്നോട് ഇവർ ചെറുപ്പത്തിൽ പറയുന്നുണ്ട്, നിന്നെ ചെറുന്ന് തോട്ടിന്ന് കിട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് അതിൻ്റെ സീരിയസ് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് കുറെ തിരുമുറിയൊക്കെ നടത്തി. അപ്പോൾ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല സത്യത്തിൽ. ഞാൻ ഈയിടെ ചെന്നപ്പം ചോദിച്ചു, അമ്മ എങ്ങനെ അറിയാതിരുന്നേ? സാധാരണ ഒരു കൊച്ചുണ്ടെന്നുള്ള അറിയുകയല്ലേ, യൂറിൻ ടെസ്റ്റ് ചെയ്താൽ പോരെ, അത് എക്സ്റേ എടുത്താൽ പോരെ, ഇത്രയും അറിയാൻ മേലെ. കാലത്ത് അതിന്റെ സൗകര്യങ്ങളൊക്കെ അത്ര കാര്യമായിട്ട് ഉണ്ടാവില്ല. അന്ന് സ്കാനിങ് ഇല്ല, എക്സ്റേ ഉണ്ട്. പിന്നെ എക്സ്റേ അത്ര സീരിയസ് ആണല്ലോ എടുപ്പിക്കുള്ളൂ. പിന്നെ മമ്മി പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊന്നും പ്രഗ്നൻസി ആണെന്ന് ആർക്കും സംശയമില്ല, കൊച്ചു പാല് കുടിക്കുന്നുള്ളൂ, അടുത്ത പീരീഡ്സ് ആയിട്ടില്ല. അപ്പോൾ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് നോക്കിയില്ല. എല്ലാവരും പുറമെ വയറ് പിടിച്ചു നോക്കി. അപ്പം മുഴ കാണുന്നു, അപ്പം അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ നോർമലായിട്ട് തുന്നിക്കെട്ടി വെച്ച് 9 മാസം മമ്മി ബെഡ് റിഡൻ്റായിരുന്നു. 1 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 9ാം മാസത്തിൽ നോർമലായിട്ട് പ്രസവിച്ചു. ഒരു ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് എൻ്റെ പേര് ജോയ്സി എന്നാണ് വീട്ടിൽ പേരിട്ടത്. അപ്പം ഈസ്റ്ററിൻ്റെ ഒരു സന്തോഷത്തിൽ ഇപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു 2ാം ജന്മം അവിടുന്ന് പോയി. പക്ഷെ 2-3 ഡോക്ടേഴ്സ് ഒന്നിച്ച് നിന്ന് ചെയ്തു. ഇന്നത്തെ കാലത്താണ് ഇത് കേട്ട ആശുപത്രി തല്ലിപ്പൊളിക്കും. അത് കഴിഞ്ഞ് അമ്മച്ചി എന്നോടൊന്നും പറയും, നമുക്ക് ആ ഡോക്ടറെ കാണാൻ പോകാം, നിന്നെ കൊണ്ടേ കാണിക്കാമെന്ന് പറയുമായിരുന്നു. ഞാൻ പോയിട്ടൊന്നുമില്ല. ദൈവം വഴി നടത്തിയ വലിയ അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും. അതിലൂടെ നടന്നു വന്നാണ് ഇവിടം വരെ എത്തിയത്. അന്ന് ഡോക്ടർ പപ്പയോട് പറഞ്ഞു, നോർമലായ ഒരു കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒന്നെങ്കിൽ അംഗവൈകല്യം ഉണ്ടാകാം, നല്ല ബുദ്ധിമാന്യം ഉണ്ടാകാം. കാരണം 4 മാസം അമ്മയുടെ ഉദരത്തിൽ കൊച്ച് കിടക്കുമ്പോഴാണ് അമ്മയ്ക്ക് അനസ്തേഷ്യ കൊടുക്കുന്നത്. പിന്നെ മറ്റു മെഡിസിനുകളൊക്കെ കയറ്റി. അപ്പം മമ്മി പറയുന്നുണ്ട്, ഈ കുനിച്ചു പിടിച്ച് നടുവിന് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് വയറ്റിലൊരു അനക്കം ഉണ്ടായെന്ന് പറഞ്ഞു. അതുവരെ കൊച്ചനങ്ങിയിട്ടുമില്ല ഈ 4 മാസമായിട്ട്. അപ്പം അമ്മ ഓർത്തെന്ന് പറഞ്ഞു, ട്യൂമർ ഇളകിയതായിരിക്കും എന്ന് ഓർത്തെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പം കൊച്ചിന് കണ്ടീഷനൊക്കെ ഓക്കെയാണ്, പക്ഷെ നോർമലായിട്ടൊരു ഇല്ല. ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത് ഇപ്പോഴായിരുന്നു. അപ്പൊ ഈ അതിലൂടെ കിട്ടിയ ഒരു പേടി കിടപ്പുണ്ടായിരുന്നു. അതാണ് ഈ ന്യൂസ് ഷെയ്ഡിൽ വെച്ച് കർത്താവ് എടുത്തു മാറ്റിയത് അല്ലേ?